ഗൈസ് വാട്സാപ്പ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊക്കെ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്നത് വൈറ്റ് ക്രാഫ്റ്റ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇവൻ്റെ അമ്മിണി അമ്മിണി അല്ല ഷേ പേര് മറന്നുപോയി. ഇവൻ്റെ പേര് കുഞ്ഞൻ KL 12.100. എൻ്റെ പേര് തന്നെ കേട്ടോ. പിന്നെ നമുക്ക് ഇത് സർവൈവൾ ആയതുകൊണ്ട് ടാഗൊന്നുമില്ല, അത് കേട്ടോ ഇത്. ഓക്കെ, ഡയമണ്ട് കണ്ടുപിടിക്കുക. പക്ഷേ ഈ വൈറ്റ് ക്രാഫ്റ്റിലെ മലയാളം പഠിക്കാൻ പറ്റില്ല, അതെനിക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇവിടെയൊക്കെ പോകണം, പക്ഷെ അതൊക്കെ ടോർച്ച് 64 ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ വയലിങ്ങനെ പോകണ്ട, കുറച്ച് തുമ്പ് പോയാൽ മതി. നമ്മളെ എഴുതിയിട്ടുണ്ട് കോന്ന്. നമുക്ക് ഇതൊന്നും വേണം, ഇതൊക്കെ സ്റ്റോറേജ് വേണം. വരാനോ അതിന് സ്റ്റോറേജ് വേണമെങ്കിൽ ചെയ്യട്ടെ. കുറച്ചൊരു സാധ്യതാക്കിയിട്ട് അവിടെ വെക്കണം. പിന്നെ അവിടെ ഒരേ കൂട്ടുകാരനെ തപ്പണ്ട. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ജനല അത്, പക്ഷേ ജനലല്ല. ഇവന് എൻ്റെ ഒരു വീട്ടിലുണ്ടാക്കണം ഗൈസ്. കുറെ നാളായി പറഞ്ഞത്. ഞാൻ ഈ നെതറിന്റെ സാധനം എന്തിനടുത്തേക്കാ വെക്കാനല്ലേ, ഞാൻ ഇതിന് മണ്ടല്ല. ഓക്കെ, ഞാൻ അവിടെ വയ്ക്കും. വേൾത്തൊക്കെ പൊട്ടിച്ചോളാം, അല്ലെങ്കിൽ രസമില്ല. വേൾത്തൊക്കെ പൊട്ടിച്ചോളാം, രസമില്ല. നമ്മൾ 30 പൊട്ടിച്ചോട്ടോ. കല്ലൊക്കെ നമുക്ക് എടുക്കാം. കുത്തുക പോരല്ലോ. അത് കാരണം നമുക്ക് വെക്കുക. നമുക്ക് കുറേ വെക്കണം കേട്ടോ. ഇവിടെ ഒരു ഭംഗിയുള്ളൂ. ഡെക്കറേഷനൊക്കെ വെക്കാതൊക്കെ. പിന്നെ നമുക്ക് നെതർലാൻഡ് കിട്ടിയതാണ്. എനിക്ക് നെതർലാൻഡ് അവിടെ പിന്നെ ഞാൻ ഈ ഗ്യാപ്പിട്ട സ്ഥലമല്ലേ, അവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കാം ചെറുതായിട്ടെ. അവിടെ കൂടെ നെതറിൽ കിട്ടിയ സ്ഥലം ഇടാം. ഓക്കെ, ഇപ്പൊക്കെ കേറാനൊക്കെ പറ്റാം. ഇങ്ങനെയാണല്ലേ കേറാൻ. ഇതിൻ്റെ ആവശ്യമില്ലല്ലേ, ഈ 2 കേറാലോ. കേറാം, കുഴപ്പമില്ല. ഓക്കെ നമ്മളെ ഇവിടെ വരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് വെക്കണം. ഓക്കെ, ഇവിടെ വെക്കുക. കുത്തുക ഇല്ല ഗൈസ്. ഓക്കെ, അത് കാരണം വെക്കുക. ഈ ടോർച്ച് ഒന്നും വെക്കണ്ട. ടോർച്ച് വെക്കാൻ്റെ പോലെ പറ്റില്ല ഗൈസ്. ഡെക്കറേഷനൊക്കെ ആട്ടോ നമ്മൾ വെക്കണേ. ഇതാണ് ഗൈസ് അവിടെ ഇപ്പോഴത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ കാണിക്കാൻ ടൈമായിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാം ഗൈസ്.
ഇവിടെ നോക്കി വെച്ചോളെ ജസ്റ്റ് തൊട്ടില്ല. ഓക്കെ, ഇവിടെ അവള് ഡെക്കറേഷൻ്റെ പോലെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ കഴിയും. ഡെക്കറേഷൻ ഇപ്പോൾ വലുതല്ലേ ഗൈസ്, അതൊക്കെ മൂന്നെണ്ണം വെച്ചാൽ മതി. 1 2 3. ഇവിടെ റൂം ഉണ്ടാക്കണം. റൂം ഉണ്ടാക്കിയാലാണ് ഒരു രസമുള്ളൂ. കാരണം മൂന്നാലും പണിയാം. അവിടെ വീടിൻ്റെ ലുക്ക് എന്തായാലും പൊളിച്ചു നമ്മളില്ലേ സർവൈവറിലാണ്. ഓക്കെ ഓക്കെ, നേരത്തെ പിന്നെ അവിടെ ഏമ്പക്ക ഇല്ല കേട്ടോ. അവിടെ എൻ്റെ പേര് മറന്നുപോയി. നമ്മുടെ ആള് മേടിച്ചു പോയി ഇതിൻ്റെ ഓണർ. അത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ സോളോവില്ല എക്സ് കൊണ്ടുപോകാൻ. അത് കൊണ്ടുപോട്ടെ, പോയത് പോയി, കിട്ടിയത് കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഇവിടെ കഴിക്കാം കേട്ടോ. ഇവിടെ കഴിക്കാം. 1 2. ഓക്കെ 1 2 3 4. ഓക്കെ, 1 2 3 4. ഇങ്ങനെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു കാര്യം ചെയ്യണം ഗൈസ്, ഡോറാണ് ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളോട് ചോദിക്കാം, ഡോർ ഉണ്ടാക്കാൻ പറ്റുമോ ക്രാഫ്റ്റിംഗ് ടേബിളെ? ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്. ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും, അത് ആവശ്യം. ചിലപ്പോൾ ആ നാശങ്ങളൊക്കെ വന്നല്ലേ അറ്റാക്ക് ചെയ്യാനുള്ള ഷീൽഡ് ഉണ്ടോ? ഇല്ല. ഷീൽഡ് വേണം, 1 മതി. 1 വേണ്ട, കുറേ നടന്നോ. സ്റ്റോറേജ് റൂമിലൊക്കെ വയ്ക്കാം. കുറേ എടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റൂല. 2 അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കറണ്ട് പോയി. കറണ്ട് ഉടഞ്ഞു പോട്ടെ. കിടക്കണവരുണ്ടാവും, അല്ല പറ്റിക്കാൻ കിടക്കാം. ഈ ഷീൽഡ് നമുക്ക് കൈ പിടിക്കുന്നതാണ്. കൈ പിടിക്കണം. അതിനത് എനിക്കായിട്ടില്ല ഗൈസൊക്കെ. കൈ പിടിക്കണം ഈ സാധനം. ഓക്കെ, കൈ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, പോലെ ഞാൻ പുതിയ ഷീൽഡ് ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ എനിക്ക് നിന്റെ ആവശ്യമൊന്നുമില്ല ചേട്ടാ. ഇടക്കളൊക്കെ ഞാൻ തന്നെയാണ് കൂട്ടം. രാത്രി നമുക്ക് ഇവിടെ അയൽക്കുളത്തിൻ്റെ സെറ്റ് ആക്കണമായിരുന്നു. അയൽക്കുളം പോയി കഴിഞ്ഞാൽ വല്ലൊരു സീൻ ഉണ്ടാവും. ഡോറുണ്ടാക്കണ്ടേ? ഞാൻ എന്തിനാ വന്നേ? ഡോറുണ്ടാക്കണ്ടേ? കറണ്ട് വന്ന്. കറണ്ട് വന്നേ. ഓക്കെ, എടാ ഞാൻ ഡോറുണ്ടാക്കാനാണോ മണ്ടപ്പാരെ? ഡോറൊക്കെ ഉണ്ടാക്കണ. അയ്യോ, ഇതിൽ അത്ര പ്ലാങ്ക്സ് ഇല്ലായിരുന്നു. 2 വുഡ് പ്ലാങ്ക്സ് ഉള്ളായിരുന്നു. പക്ഷേ വുഡ് പ്ലാങ്ക്സ് ഒക്കെ വേണമായിരുന്നു. ഇതിപ്പോൾ രാവിലെ അല്ല, പോയിട്ട് എടുക്കാം. അവിടെ വീട്
പട്ടി സാറേ അവനെ പിടിക്കേ. എടാ ഇവനെ എണീപ്പിക്കണോ അല്ലേ? പട്ടി സാറേ ആ കോഴീനെ പിടിക്കേ. കോഴീനെ പിടിക്കാൻ പറ്റില്ലായിരുന്നല്ലേ. എടാ കുഴപ്പമില്ല ഇവിടെ ഇതാക്ക്. ഞാൻ അവിടെ ഇട്ടടോ. ഇതാ നീ അവിടെ ഇതാ മതി കേട്ടാ. ഓക്കെ അവൻ അങ്ങനത്തെ ഒരു വണ്ടിക്കാരാണ് ഗൈസ്. നമ്മൾക്ക് പിന്നെ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ കുറെ പശുവിനൊക്കെ കൊന്ന്, പശു ഇല്ലായിരുന്നല്ല ആടിനൊക്കെ കൊന്ന് എന്നിട്ട് ഊള് കിട്ടി. എന്നാലും നല്ലതാ. ഇവിടെ എവിടെയോ ഞാൻ നെതർലാക്ക് കണ്ടിട്ടുണ്ടായി. അവിടെ നിന്ന് പറയുന്നത് ഞാൻ മറ്റേ നെതറിൻ്റെ ഇതൊക്കെ കിട്ടിയേ. നെതർലാക്ക് എവിടെ? നമ്മുടെ വീട് അവിടെ. നെതർലാക്ക് ഇവിടെയാണ്. ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് പണിയായിരുന്നു. ആ കിട്ടി 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 ഓ കിട്ടി 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 പോലെ. അവിടെ ഞാൻ പിന്നെ ചുമ്മാ കത്തിച്ചൊക്കെ വെച്ചിട്ട് ചുമ്മാ അതൊക്കെ കത്തിച്ചൊക്കെ റെഡിയാക്കി കുറച്ചുകൂടെ എടുക്കണോ. നമ്മളിപ്പോ ഉട്ടെടുക്കാല്ലേ നമ്മള് വന്നേ. ഫുഡെടുത്തോടേക്കോ എന്നിട്ട് ഉണ്ടാക്കണം. അത് നമ്മുടെ മെയിൻ പരിപാടി ഗൈസ്. ഉപ്പാൻസ് ഉണ്ടാക്കിയാലേ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. ഡോറ് ഓക്കെ നമുക്ക് ഇവിടെ ഓക്കെ നമ്മളങ്ങനെ എടുത്തിട്ട് ഗൈസ് ഇത്ര ഫുഡ് മതി ഗൈസ്. ഒക്കെ ഒരു വേഗം വീട്ടിലോട്ട് പോവാം. എന്നിട്ടൊക്കെ വീടിൻ്റെ അകത്തൊക്കെ അതാ കേട്ടോ ഗൈസ്. അവിടെ വീടിൻ്റെ അകത്ത് പോകാം. ഇവിടെ അവള് കുറേ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നോണ്ട് ചെയ്ത് അവസാനം രാത്രിയായി മറ്റേ സാധനങ്ങളൊക്കെ വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഉണ്ടാക്കണത്. പക്ഷേ വീട്ടില്ലാണ്ട് തന്നെ ഞങ്ങളൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും വിഷയമല്ല. ഒരാവശ്യമില്ല. ഇതിപ്പോ ഇതൊന്നും പോരാ. ഞങ്ങളെ കൂട്ടൽ വേണം. ഇതൊന്നും പോവില്ല. വാക്കപ്പേരെ ഡോറ് മതി, അത്രേ ഉള്ളൂ. ഡോറിട്ടൊക്കെ ഡോറെടുത്തിട്ട് അങ്ങോട്ടിട്ട് എടുത്ത ഡോറില്ല. ഓക്കെ 6 ഡോറുണ്ട്. ഡോറൊക്കെ ഇവിടെ കേട്ടോ. 1 2 ഡോറെടുത്തിട്ട് മാറ്റം 1 2 ഓക്കെ. ഇനി ഇവിടെ ടോർച്ച് വയ്ക്കാം. 1 2 ക്ലോക്കിന് എങ്ങനെ ഇറങ്ങും? ഓക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എന്ത് കേസൊക്കെ ഇവിടെ ടോർച്ച് വയ്ക്കാം. എന്നാക്കി ഇവിടെ ടോർച്ച് അല്ല ഡോറ് വയ്ക്കണ്ട കൈ. ഇവിടെ എല്ലാവരും കേസൊക്കെ ഡോറ് അയക്കണ്ടേ. ഒളിക്കേ പൊട്ടിക്കാട്ട് നമ്മൾ ഡോറ് പൊട്ടിക്കിട്ടിട്ട് നമുക്ക് ഈ ഇവിടെയൊക്കെ മൂടണമെന്ന് മൂടാം. അതായിരിക്കും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. നമ്മൾ ഇങ്ങനെ മൂടിയിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ പോയി
പിന്നെ നാളെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ ഗോന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? ടയാമത്ത് ഒട്ടച്ചോറാക്കൊണ്ട് സടിച്ചു കാണാൻ സർവത്തെ മലയാരെ തിരക്കിലും കറുത്ത് പടച്ചു മുട്ടാക്കട ഉളകെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ മൾട്ടിപ്ലെയർ കളിക്കണമെന്നുള്ളത്. ഓക്കെ 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 നോക്കണ വഴി ഉണ്ടാക്കണേ. താരാറേ പല 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 നമ്മളെ വിടി 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 പിടി 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 ഉള്ളാകെ വേറാരെ ഓക്കെ ബാക്കി നമ്മളിങ്ങനെ അച്ചടിച്ച് പോവാം ഗൈസ്. ഇവിടെയും വെക്കാം, ഇവിടെയും വെക്കാം, വെക്കല്ലോ കൊത്തുക കൊത്തുക കൊത്തുക. കാര്യമില്ലാത്തതുകൊണ്ട് വെക്കുക വയ്ക്കുക വെക്കുക. അടുത്തോളം വീണ്ടും കൊത്തുക 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 കൊത്തുക. ഇനി വീണ്ടും വെക്കുക വയ്ക്കുക വയ്ക്കുക. ഓക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് കൊത്തി കൊത്തി പോവാം. അതിനേക്കാൾ മുമ്പേ ടോർച്ച് വേണം. ടോർച്ച് വേണ്ടവരുണ്ട്. അതുകൊണ്ട് വയ്ക്കുക വയ്ക്കുക വയ്ക്കുക. തൽക്കാലം ഇതൊക്കെ മതി. നോക്കായിരുന്നു പിക്കാക്സല്ലേ. ഓക്കെ ഓക്കെ ഇതൊക്കെ ഇവിടെ എന്തിനാണ് ഉണ്ടാക്കിയത്? പക്ഷേ അവിടെ ഞാൻ വെക്കാനല്ലേ ഉണ്ട് ഞാൻ ഈ ഡോറ് വെക്കാൻ. എന്താണ് ഞാനിത് കാണിക്കുന്നത്? നമ്മളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടായിരിക്കാം. നമുക്ക് ഇവിടെ കുറച്ച് ടോർച്ചൊക്കെ കഴിക്കാം. നമുക്കിവിടെ ടോർച്ചൊക്കെ വെച്ച് കത്തിച്ച് പൊടിക്കാം. ഇവിടെ ശരിയാക്കത്തോ ഇല്ലേ? ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇവിടെ പൊളിച്ചെടുക്കാം. ഈ സ്ഥലം റെഡിയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടൂട്ടാ. ഇവിടെയാണ് ഗൈസ് അവിടെ സ്റ്റോറേജ് റൂം. ഗ്രാവലൊക്കെ ഒക്കെയാണ്. ഇതൊരു ഗ്രാവല് അവിടെ. ഇവിടെ പിന്നെ ടോർച്ചിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. എന്നാൽ നാളെ വെച്ച് ഇവിടെ സ്റ്റോർ ചെയ്തോ വയ്ക്കാം. തിന്നാനൊക്കെ പറ്റുമോ? ഓക്കെ നമ്മൾ ചിക്കനൊക്കെ തിന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ എവിടെ പോയിട്ട് വെക്കും ഗൈസ് ഇത്? പിന്നെ ഗൈസ് കൂടെ നാളായിട്ടുണ്ട് ഇവിടെ അവിടെ നിക്കടി അവിടെ തിന്നാനൊക്കെ പറ്റില്ല. വിശപ്പില്ലല്ലോ എന്നിട്ടും എന്തിനാ തിന്നണേ? വിശപ്പുണ്ടാവും അതായിരിക്കും. മോനെ എന്നെ ഞാൻ കൊല്ലട്ടെ? കൊന്നിട്ട് ഞാൻ നിന്നെ എല്ലാം ആക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള ഞാൻ മട്ടനൊക്കെ തരാട്ടാ. അതൊക്കെ പറഞ്ഞു ഞാൻ തരാം. എൻ്റെ അടുത്ത് മട്ടൻ ഉണ്ടായോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എടാ എല്ലാം ഇവിടെ നിന്നാ കിട്ടിയെന്ന് അറിയോ? ഞാൻ നിന്നെ ഇവിടെ ഒരു ക്ലാസ് എടുപ്പിക്കുക. അത് പറയാടാ. പറയാടാ. അത് സ്കെൽട്ടൺ രാവിലെ ആകുമ്പോൾ ചാവും. അങ്ങനെയാണ് എല്ലുണ്ടാവുന്നത്. നീ ഒരു കില്ലാടി തന്നെ മോനെ. കുഴപ്പമില്ല. അയ്യോ മഴ. ഞാൻ പോട്ടകൾ പറയേക്കോ. ഞാനൊക്കെ എന്തിരി. ഓക്കെ
മോൺസ്റ്റേഴ്സ് എല്ലാം കത്തി തീർന്നിട്ടുണ്ടാവും. കത്തുക നമ്മൾ കേസ് അവിടെ വീഴട്ടോ. ഏതെല്ലാം സേവ് ഇടാ കാണുമ്പോൾ പുകയൊക്കെ വരും. അതൊക്കെ അങ്ങനെയാണ് കേസ്, അതൊക്കെ അങ്ങനെയാ. പിന്നെ അവിടെ കോഴിയൊക്കെ കയറും കേട്ടോ നമ്മുടെ വീട്ടിലോട്ട്. നാശങ്ങളെ ഈ കോഴിയൊക്കെ. നമ്മൾ സ്പോളായി വീട് നെതറിലായിരുന്നു കേട്ടോ. നമുക്ക് പ്രശ്നം പറ്റിയേ എന്തെങ്കിലും കേട്ടോ ഗൈസ്. നമുക്കിനി എന്ത് വേണം ഗൈസ്? ഈ സാധനങ്ങൾ വേണം. ഈ സാധനങ്ങൾ ആവശ്യമെന്ന് ഞങ്ങൾക്കറിയാലോ. ആയാ എന്തിനാണോ കോളൊക്കെ എടുത്തു മൈനിങ്ങാന്നൊക്കെ പറയാം ഗൈസ്. ഇതുണ്ടോ നെതറിൻ്റെ അവിടെ മൈനിങ്? ഇത് കൊള്ളാം. നമ്മളെന്നെ ഇവിടെ മൈനിങ്ങിലെല്ലാം വന്നത്. ഞാൻ മൈനിങ് കണ്ടപ്പോൾ ഒന്നുള്ളൂ. സ്റ്റോറിനൊക്കെ കുത്തിയിരുന്നേ വേണ്ട പറഞ്ഞ സ്റ്റോറിനൊക്കെ ഇത്ര കോളൊക്കെ മതി. ഇതൊക്കെ വെള്ളോട്ട് പോവാം. വെള്ളോട്ടൊക്കെ ഇതൊക്കെ പോകാനൊക്കെ ആർക്കാ ടഫാതാരാ പറഞ്ഞേ? കുഞ്ഞൻ കഴിയുന്ന ടഫ് ഇതില്ല വയസ്സ്. ഈ കുഞ്ഞൻ ഞങ്ങൾ ടഫ് എന്നൊക്കെ പറയുമ്പോഴാണ് കുഞ്ഞൻ കഴിയുമ്പോൾ കുഞ്ഞൻ കയറിന് ടഫ് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ 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 ഇത്ര സാധനങ്ങൾ മതി. ഇനിയും കുറേ വേണം. പൊട്ടിച്ചെടുക്ക്. ഓക്കെ നമുക്ക് ഇത്ര എണ്ണം മതി. തൽക്കാലം ഇത്ര എണ്ണം മതി. കോള് വേണ്ട വേണ്ട. ഈ ആയതല്ലേ ബാക്കി ഇങ്ങനെ ചാടി പോകണം കേട്ടോ, ഒഴിയുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ കളിക്കിടെ എനിക്ക് ഞാൻ നന്നായിട്ട് ഇവിടുന്ന് ഗോൾഡൻ ആപ്പിളൊക്കെ കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. കുഴപ്പമില്ല. ഈ സാധനം പിന്നെ ആവശ്യമുള്ളതാണ് കേട്ടോ. അയ്യോ കത്തി. ഇത് വീണ്ടും കത്തും. അതാണ് കത്തരുത്. കത്തി. ഇതൊക്കെയാ വയ്യാത്ത. ഇത് വയ്യത്തില്ല ഗൈസ്. ഇതേ പോയി. കിട്ടി കിട്ടി. ഇതിന്റെ ഫിറ്റിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അയ്യാ വെള്ളം. ആരാടാ ഈ വെള്ളമൊക്കെ പണിയാറ്റാണ്? സത്യം വീഴും. അയ്യാ വെള്ളം വരലേ വരലേ വരലേ. അത് ഫുള്ള് ഓടുക. ശരിയല്ല. നമ്മൾ സിങ്ങിനൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. സ്ഥലമൊക്കെ റെഡിയാക്കി വരണ്ടുണ്ട്. നെതറിലോട്ട് പോയാറോ? അയ്യോ ഗോൾഡിൻ്റെ ആർവാരൊക്കെ വേണം. അല്ല നെതറിലോ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേ പെഗ്ഗിൻ്റെ പോലത്തെ ഒരു സാധനമൊക്കെ നമ്മളൊക്കെ ഓക്കെ. നമ്മളെ വീട് അവിടെ നിൽക്കുന്നുണ്ട്. ഹലോ വീട്. അതേ പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് അർത്ഥം. അവിടെ വീട്ടിൽ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ചേട്ടാ ഇവിടെ കരണ്ടൊക്കെ ഉണ്ടോ? കരണ്ടൊക്കെ ഉണ്ട് പോലെ. ഓക്കെ ഇനിയൊക്കെ കുറേ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഈ സാധനം വെച്ചോണ്ട് അതും ഇവിടെ ഒക്കെ എടുക്കാം. സാധനങ്ങൾ 28 ഉണ്ട്. അപ്പോൾ അവിടെ പൊളിക്കോ എൻ്റെ പോലെ. ഫസ്റ്റ് ഇവിടെ കുത്തുക. ഈ ടോസ്റ്റ് കൂടെ എടുക്കാം. ഓക്കെ നമുക്കിനി സ്ഥലം ഒക്കെ ക്ലിയർ ആക്കാം ഗൈസ്. ഗൈസ് ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ എടുക്കാം.
ഓടാക്കണില്ല. ഓക്കെ 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 ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഇവിടെ കൂടെ കൊടുത്തേക്കാം. ഇങ്ങനെയും പണിഞ്ഞേക്കാം. ഇത്ര മതി. അവിടെയും കൂടെ നോട്ടെ. അവിടെയും കൂടെ നമ്മളെ ഡെക്കറേറ്റ് തീർന്നില്ല. ഇനി വേണ്ട അവിടെ ഒക്കെ എടുക്കാണ്ട്. കുത്തുക അതൊക്കെ എടുക്കാണ്ട്. ഇതൊക്കെ പണി ഇനി ഒത്തിരി ഉണ്ട്. സെറ്റാക്കിയതാണ് വീടൊക്കെ. സെറ്റാവും നമ്മുടെ വീടൊക്കെ. അയ്യാ കാർപ്പറ്റായിരുന്നു. ശരിയില്ല. എന്തിനാണ് നമ്മള് മേടിക്കണേ? നമുക്കിത് വെച്ചാൽ പോരെ. അയ്യോ ആകെപ്പാട് ഒരെണ്ണേ ഉള്ളൂ. അതിന് ഫോട്ടോ എടുക്കണം. ഇതൊക്കെയാ വയ്യാത്ത. നമ്മുടെ കൈ സ്ഥലമൊക്കെ ഇട്ടില്ല ആയിക്കോട്ടെ. മൈനിങ്ങൊക്കെ ഇട്ടില്ല. ഇവിടെയും കൂടെ ഇട്ടില്ല ആക്കും. രാത്രിയാണോടാ? രാവിലെ ആയിരുന്നു. എന്നാ കുഴപ്പമില്ല. നേരെ ഓടിക്കോ. ഓക്കെ അതൊക്കെ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കേൾക്കട്ടോ. റേഡിയോ മിണ്ടാതിരിക്കൂ. റേഡിയോ അല്ല റേഡിയോന് ഇപ്പത്തെ ഡേയ്സൊക്കെ ഏതൊക്കെ നോക്കണോ? ഈ സാധനം ഓക്കെ 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 പണി ഇഷ്ടംപോലെ ഉണ്ട്. ആണ് ഇത് കുഴിച്ചു പോവാം. കുറച്ച് സ്റ്റോൺ കൂടെ എടുത്തേക്കാം. ചിലപ്പോൾ ആവശ്യം വന്നല്ല ഇട്ടേക്കാം. അതായത് ഇതും കൊണ്ടെടുത്തേക്കാം. അയ്യാ അപ്പോഴേക്ക് വെള്ളം. മൂടിയേക്ക്. ഏതെങ്കിലും സാധനം വെച്ചോണ്ട് മൂടിയേക്ക്. ഫയർഫോൾസ്. രാവിലെ ആയിരുന്ന അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സാധനമുണ്ട്. എൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു സാധനം ഉണ്ട്. എടുക്കാം. എടുക്കാൻ ഇത് വേണ്ട. ഓക്കെ 33 എണ്ണങ്ങളുണ്ട്. നമുക്ക് വേണ്ട 34. അല്ലെങ്കിൽ വേണ്ട 35 എടുത്തോ. കുഴപ്പമില്ല. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ കൂടുതലാണ്. കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊക്കെ ഉണ്ട്. അയ്യാ അവിടെ സ്ഥലം ഉണ്ടാകണ അതാ
ഇങ്ങനെ ഇങ്ങനെ പോവാം. കുറച്ചുകൂടെ നല്ലത് ഗൈസ്. രാത്രിയാവാറായി. പെട്ടെന്ന് ഓടിപ്പോക്കോ. ഓടിപ്പോണം. വെറുതെ ഇതികളിലൊക്കെ കൊല്ലണം. ഇപ്പൊ സമയമില്ല, അതാ. ഇവളാണെങ്കിൽ കൊള്ളായിരുന്നു. ഹായ്. എന്നാ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? നിനക്ക് വേണ്ടിയാണ് കേട്ടാ ഈ സ്ഥലമൊക്കെ ഉണ്ടാക്കണ കേട്ടാ. ഇവിടെയൊക്കെ ശരിയാക്കി, ഇവിടെയൊക്കെയാണ് ശരിയാക്കണത്. ഓക്കെ, ഡോർ 5 ഇല്ലേ? ഓക്കെ ഇങ്ങനെ വെച്ച് ഓക്കെ. പക്ഷേ പൊട്ടിക്കാം. അറിയുന്നുണ്ടോ? വരാനില്ല. ഓക്കെ, ടോർച്ച് അങ്ങനെ പൊട്ടിക്കാം. ഓക്കെ, എന്നിട്ടിത് പൊട്ടിക്കാം. എന്നിട്ടത് വയ്ക്കുക. അത് പൊട്ടിക്കുക. ഇത്രയൊക്കെ മതിയോ? ഇതൊക്കെ പൊട്ടിക്കുക. ഗ്രാവല് പൊട്ടിക്കണം. എനിക്കതൊരു ശല്യം ഉണ്ടോ? അവിടെയൊക്കെ വെള്ളം പോയി. അത് കുഴപ്പമില്ല. അതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ഇതൊക്കെ നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ സ്വിച്ചാക്കി ചൂടൊക്കെ വയ്ക്കണം. ഓക്കെ ഇവിടെ വെള്ളം വരണ പോലെ കേട്ട്. ഇനി ചിലപ്പോൾ വെള്ളപ്പൊക്കം കയറോ ആർക്കറിയാം. കണ്ടാ ഞങ്ങള് വെള്ളം വീടാൻ ഇവിടെ കൂടെ വെക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വെക്കണ്ടേ? ഇത്ര പണിയൊക്കെ ചെയ്തപ്പോൾ രാവിലെ ആയിട്ടുണ്ടാവും. രാവിലെ ആയോടാ മിസ്റ്റർ? രാത്രി. ഓക്കെ, പണി ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വെക്കണം കേട്ടാ. ഇവിടെ പണിയില്ല. 1 2 3. ഓക്കെ, എവിടെ വയ്ക്കാൻ പോവാ? 1 2 3. 2 1 2. ഓക്കെ, നിങ്ങൾക്ക് ബാക്കിയെല്ലാം എടുത്തോണ്ടാണ്. പറ, നീ ഇവിടെ തന്നെ വെക്കോ? വെക്കാം. ഞാൻ കളിച്ചോളാം കേട്ടോ. ഓക്കെ, ബൈ. ഞാൻ ഇപ്പം വരാട്ടോ. ഓക്കെ, മുട്ടങ്കിഴത്തേനെ അരോഗം. അത് എൻ്റെ തറലോട്ട് എത്തിയതായിരിക്കും. എങ്ങോട്ട് പോയിരിക്കുന്നു? ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ? ചാവണ്ടേ വെക്കുന്നത്? ഓക്കെ, ഇവിടെ ഇവിടെ എനിക്ക് ഇഷ്ടമില്ല. പച്ചടക്കൊന്നുണ്ടോ? എടുത്തോ. എടുക്കണ്ട അവിടെ, കാരണം ലാവ ഉണ്ട് ഗൈസ്. ലാവ
കുത്തുക്കളോയ് സാധനം എടുക്കും അവള് എടുത്തിട്ടുണ്ട്. പണീന് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഇത് പൊട്ടിച്ചെടുക്കാം ഗൈസ്. ഇതൊക്കെ ആവശ്യമുള്ള കോളും ആവശ്യമുള്ള കോളെടുത്തേക്ക്. ഞാൻ നെതറിൽ ആദ്യമായിട്ട് മൈനിങ് കാണുന്നത്. ഞങ്ങൾ ഏത് സ്ഥലത്ത് വന്നാൽ മതി കേട്ടോ. മൈ വേൾഡ് ഇതിൻ്റെ ഞാൻ ചുമ്മാ മൈ വേൾഡ് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വന്ന് ഗൈസ് അടുത്ത മഴയാണ്. അടുത്ത കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഹാർഡ് കോഡാണ്. കാരണം ഇത് കറണ്ട് വന്നു കഴിഞ്ഞാൽ പോകത്തില്ല. കാരണം ഇത് ലാപ്ടോപ്പാണ് ഗൈസ്. പിന്നെ മൊബൈലിൻ്റെ പോലെ എഡീഷൻ വരത്തുള്ളൂ. ശരിക്കും ലാപ്ടോപ്പാണ്. മൊബൈലിൻ്റെ പോലെ കാണിക്കുന്നുള്ളൂ. അയ്യോ നോ വയസ്സ് ഇത് വീട്ടത്തെ വയസ്സല്ലോ വയസ്സ്. ഓക്കെ ഇതൊക്കെ എവിടെയാ? വളരെ 11 ഉണ്ട്. എന്തെങ്കിലും ചെയ്യാം. അത്രയ്ക്ക് അത്ര എനിക്ക് ഓർമ്മയില്ല എത്രയാണ് അതെ. സ്ഥലം എത്രയാണ് ഓർമ്മയില്ല. ഇവിടെ എടുക്കാം. സെറ്റപ്പ് ഉണ്ട്. സ്ഥലമില്ല എടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഗെയിമിംഗ് റൂമിൽ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യണേ. ഹായ് ട്രേഡർ ജോലിക്കാരാ. എനിക്ക് കുറച്ച് ലെഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നേ. ലെഡ് ഉണ്ടാക്കാൻ എത്ര ഇതുണ്ടോ എടാ. സ്പൈഡർ വെബ് അതിനായിട്ട് സ്ലൈം ബോർഡ് എന്നിട്ട് ഇത് അയ്യോ എൻ്റെ ഇതിനാടാ തള്ളിയേ. നമുക്ക് സ്പൈഡർ ലെഡ് വേണം. ലെഡല്ലേ ബാക്കി വേണ്ടേ ലെഡ്. ഓക്കെ ഇതൊക്കെ ലെഡ് ഉണ്ടാക്കാം. ക്രാഫ്റ്റ് ടൗണുണ്ട്. അതിനോട് ചോദിക്കാം മൈനിങ്ങിന് വേണോ. ഓക്കെ ഞങ്ങളിവിടേക്ക് ചാടി കയറും. എത്ര നേരമായി ഇവിടെ എബീസൊക്കെ വന്നിട്ടുണ്ടായി. ഞാൻ ഇതൊക്കെ അടിച്ചു തീർത്ത്. ഓക്കെ ഇനി ഇവിടുത്തെ കുറച്ചുകൂടെ ചെയ്യണം. ഇവിടെ മറ്റേ ചെയ്യണം. 15 എണ്ണം ഉണ്ട്. ഓക്കെ ഞാൻ എന്തിനാണ് അത് വെച്ചേ അവിടെ. അവിടെ കൂടെ വയ്ക്കല്ലോ ഓ പ്ലാൻസ് വേണ്ട. ഇവിടെ ഒന്നും എന്തിനാ സ്ഥലം വെച്ചാ. ഇവിടെ ഇപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇങ്ങനെയല്ല വയ്ക്കണ്ട. റോഡ് പ്ലാൻസ് ഓടിക്കാം. പക്ഷേ കിട്ടിയ അടുത്ത് കിട്ടോ. കിട്ടി. ഓക്കെ കിട്ടി. എവിടെ സ്റ്റോൺ ഇരിക്കട്ടെ എടുക്കത്. നമുക്കിനൊക്കെ ടെസ്റ്റിലൊക്കെ വയ്ക്കാം. ഇതൊക്കെ എടുക്ക്. പതിനൊന്ന് ഇത് 15 അതൊക്കെ
ഇവിടത്തൊക്കെ സെറ്റാക്കി നമ്മുടെ റൂമിൽ ഇപ്പം എങ്ങനെയായി. അവിടെ ഇതൊക്കെ ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്ക്. അയ്യോ സോനു, ഏത് വൃത്തിയാണ് വന്നത്. ഇപ്പോഴാണ് മനസ്സിലായ അവിടെ വെള്ളം ഉണ്ടെന്ന്. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഓരോടൊക്കെ ഇവിടെ കുഴിയുണ്ടോ? ഒന്ന് ടോർച്ചൊക്കെ ഇവിടെ കുത്തി വെക്കുന്നുണ്ട്. ഏത് നേരത്താ ഈ വെള്ളം വന്ന് ഇവിടെ വരെ വയ്ക്കോ? ഇല്ലല്ല. ഇതൊക്കെയാണ് ഇങ്ങനത്തെ. നമ്മൾ തന്നെ പ്രോയോട്ട് കുഴപ്പമില്ല. ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഹലോ പട്ടി, നിനക്ക് വേണ്ടി ഞാൻ കൂടുണ്ടാക്കി തരാട്ടോ. എത്ര നേരമായി കൂടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെട്ടോ തന്നില്ല. എന്തൊക്കെയാ ചെയ്യണ ഇത്? ഞാനൊക്കെ ഇതൊക്കെ വീണ്ടും അടിച്ചിട്ടോ. ഓക്കെ ഗൈസൊക്കെ ഇനി ആ പട്ടിക്കുട്ടന് വീട് പണിയണം. ഓക്കെ, നമുക്ക് അടുത്ത് ഓൻ്റെ വിഷയമാണ് പട്ടിക്കുട്ടൻ്റെ വീട് പണിയണം ഗൈസ്. അവനെ പട്ടിക്കൂടല്ലേ, അപ്പോൾ ആവശ്യം ഉണ്ടാവും ഗൈസ്. പട്ടിക്കൂട് ഇതിനായാലും മതി ഗൈസ്. ഇത്ര ഹൈറ്റൊക്കെ ഉണ്ടവരെ. ഇങ്ങനത്തെ പട്ടിക്കൂട് വണ്ടിയാ അത് ചോദിക്കാം. ഇവിടെ ഒക്കെ നോക്കെ ഡെക്കറേറ്റിങ്ങിൻ്റെ സാധനം വയ്ക്കാം. അവനൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റും. ഉറപ്പായിട്ടും അവനെ കയറ്റാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ കയറ്റാം. അവിടെ പോയി അവിടെ നിനക്ക് വേണ്ടി ഞാൻ വീട് പണിയാ. മോനെ വീട് പണിയാ. നാളെ നിങ്ങൾക്ക് കയറ്റാട്ടാ. അവിടെ ഞാൻ പണിഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടതോ? എന്താ പെട്ടെന്ന് വീട് പണിയാണ്? അതാണ് ഈ ക്രിയാസി. നമ്മളെ വീട് അങ്ങനെ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണോ എൻ്റെ ലഡ്? ലഡ് ഒക്കെ മറ്റേ ഇതെടുക്കാം. നല്ല യുവത്തുള്ള ഇതൊക്കെ അവരവിടെ കുളത്തിലല്ല നമ്മളവിടെ. ഓക്കെ, അവിടെ പട്ടിയല്ല പോലെ. കുഴപ്പമില്ല, പിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. അതെനിക്കതെ അവൻ്റെ ഫ്രണ്ടായിരിക്കും. മറ്റേ കണ്ടു നീല ഡ്രസ്സ് കണ്ടു. ഹലോ, ഇല്ല തുപ്പന്നാളെ തുപ്പടാ. തുപ്പന്നാളെ തുപ്പടാ. തുപ്പന്നാള് ലഡു കിട്ടുക ഒരെണ്ണം. ഇതുകൂടെ വേണം. അവിടെ താനെന്തിനാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കൊന്നേ? ഞാൻ കൊല്ലും, പിന്നെ തന്നെ കൊള്ളും.
എന്നോടൊക്കെ കളി. എന്നോട് കളിക്കുന്ന കൊച്ചു പിള്ളേരെ അല്ലാതെ ഞാനൊരു പെർഫെക്റ്റ് സേജാണ് കൊച്ചു പിള്ളേരെ. അവൾ കയറുമായിരിക്കും. അതേ കൂട്ടിനൊക്കെ കയറാൻ എടാ, ഞാൻ നിനക്ക് ലഡ്ഡു വാങ്ങിച്ചിട്ടുണ്ടേ. ഞാൻ അവിടെ കയറി ഇരിക്കുമല്ലോ. അതെ ലഡ്ഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ. നീ എടുക്കടാ. എണീറ്റണത് ഇവരേക്ക് സ്റ്റാൻഡ്. വാട നീ. ഓടി വാ കണ്ണ, നീ ചാടി വാ കണ്ണ, ഓടി വാ ചാടി വാ കണ്ണ, ഓടി വാ കണ്ണ നീ. വഴി പോണ്ടാ, ഇവിടെ വഴിയുണ്ടാ. നിനക്ക് പ്രാന്തായോടാ ചാടണേ? വാടാ ഇങ്ങട്. പക്ഷേ പൊട്ടിക്ക്. ഇതൊക്കെയാ അവരെ കുറിച്ച് വയ്യാത്ത. എവിടെയാടാ ലഡ്ഡു? കിട്ടി. ഇവിടെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു അതിനകത്ത് കയറേണ്ടത്. ഫുഡ് തരാം. അത് അതില്ലെന്ന് വിഷമിക്കണ്ട. നീ വേവാ. ഞാനേ നിന്റെ നീയകത്ത് വന്നേ. അരി നീ കത്തല്ലേട്ടാ. ഞാൻ നിന്നെ ലഡ്ഡു പച്ചോണ്ട് ഞാൻ നിന്നെ കൊണ്ടുവരാം. നീ ഞാൻ പറയണ അനുസരിച്ച സ്ഥലത്തോട്ട് വരണം. ഓക്കെ, അവിടെ ചെല്ലി വെച്ച് കൊടുക്കണം കേട്ടോ. അവിടെ വരാം. ആരുമില്ല. വാടാ. ഓക്കെ ഗൈസ്. സിംഗം സിംഗം ഈശ്വര സിംഗം, ഈ പട്ടി ഒരു ഈശ്വര സിംഗം. അതൊരു ഈശ്വര സിംഗമാ. അത് അവിടെ വരുന്നേ. അവിടെ ഞാൻ എനിക്കൊരു പട്ടിക്കൂട് ഉണ്ടാക്കി തരാവേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ. നമ്മുടെ മിഷനകര കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ പോരെ. എനിക്കിവിടെ വീട് സെറ്റായി, എല്ലാം സെറ്റായി. നീ അവിടെ സുഖമായിട്ട് കിടന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അപ്പം അതൊക്കെ മറ്റേ പണി ചെയ്യാം. ഓക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ അങ്ങനെ അത് വെക്കണം അല്ലേ? ഓക്കെ. നിന്റെ വീടേ പൊളിക്കൂട്ടോ. നീ അവിടെ താമസിച്ചാൽ മതി. അടുത്തടാ. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മുടെ എൻ്റെ വീട് റെഡി ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓക്കെ. 1 2 3 4. 1 2 3. ഓക്കെ, ഇത്ര എണ്ണം മതി.
ഇതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സുഖമാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് സുഖമാണ് ഗൈസ്. പട്ടിക്കൂടി ഇപ്പം തന്നെ പൊട്ടിക്കാനൊന്നും പാടില്ല കേട്ടോ ഗൈസ്. സൂക്ഷിച്ച് കട്ടൊക്കെ വേണം. എന്റെ പണി അവനെ കഴിച്ചിട്ടുണ്ട്. എന്റെ പുതിയ വീടായിരുന്നു വിളിച്ചീളൊക്കെ. ഇനി മേലാണ് നീ എൻ്റെ വീടിൽ കയറല്ലേ പറഞ്ഞേക്കാം. എനിക്കിപ്പോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. എന്നാൽ ഞാൻ വേണ്ടേ കുറച്ച് ഫ്ലാക്സ് കൂടെ വേണം. ഫ്ലാക്സ് തീർക്കാം. ഞാനൊന്നുകൂടെ എടുക്കട്ടോ. ചുവപ്പ് ദിവസമൊക്കെ എഴുതിയൊക്കെ. ചുവപ്പ് നാട്ടാ ഈ വട്ടീൻ്റെ പേര്. ചുവപ്പ് ട്രാവലിൻ്റെ ചുവപ്പ് മനസ്സിലായി. ടെറട്ടാക്കണം. ടെറട്ടൻ്റെ ആവശ്യമില്ല, എന്നാലും ചേർത്തു അത്രയുള്ളൂ. ചെറിയ വരവാ കിട്ടത്തില്ല. ഓക്കെ, 4 എണ്ണം പോരാ, ഇനി കുറേ എണ്ണം വേണം. ഇത്ര എണ്ണം വെച്ചോണ്ട് ഉണ്ടാക്കാൻ പറ്റായിരിക്കും. ഇത്ര വര വെച്ചോണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പട്ടിക്കൂടെ കയറിയിട്ടുണ്ട്. പൈസൊക്കെ ആദ്യമായിട്ടാട്ടോ ഈ പട്ടിക്കൂടൊക്കെ ഉണ്ടാക്കിയേ. നമ്മൾ പിന്നെ എന്തിനായി മരം വയ്ക്കണമെന്ന് അറിയാം, മരം പൊട്ടിക്കണമെന്നറിയാം. അതൊക്കെ ഞങ്ങൾക്ക് പതിയെ മനസ്സിലായിക്കോളും. വീഡിയോ കണ്ടില്ല. നമുക്ക് ഈ മരം പൊട്ടിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഗൈസ്, നമ്മളെന്തിനായി മരം മുറിക്കണമെന്നറിയാം. നമുക്ക് ഗൈസ് ഇത് എഴുതണം ഗൈസ്, ചുവപ്പെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ പട്ടിയുടെ പേര് ചുവപ്പെന്ന് തന്നെ. അയ്യോ പോലെ അതിനകത്ത് കയറിയിട്ടാട്ടോ. അവിടെ അങ്ങനെ പുതിയ വീടായി എല്ലാ പോലെ. അവനവിടെ ഇപ്പം സന്തോഷിക്കട്ടെ. നമുക്ക് അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ചെയ്യാം. അതുപോലെ ഒക്കെ 2 ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടോ. ധാരാളം. അവിടെ 3 വേണോ കിട്ടിയ അവനോട്ട്. ഓക്കെ, ഇതൊക്കെ ടൈപ്പ് ചെയ്യാം. ജോബ് യു അവിടെ യു അസി മൈ ഹൗസ്. മൈ ഹൗസ്. ഓക്കെ, ചോപ്പിൻ്റെ ഹൗസ്, ഇതെൻ്റെ ഹൗസ്. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇതിൽ നിന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഗൈസ് ഇതാണ് ഗൈസ്, നമുക്ക് ഒരു പുത്തനായിട്ടുള്ള സാധനം ഗൈസ് ഇവിടെ കൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. ഡയമണ്ട് കണ്ടുപിടിക്കണമായിരുന്നു ഗൈസ്. ഓക്കെ, വൈകി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതിലുള്ളതൊക്കെ വീഡിയോ. പിന്നെ ഗൈസ്, ഞാനത്തെ വീഡിയോതൊക്കെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഡയമണ്ട് കണ്ടുപിടിക്കുക. ഇതിലുള്ളത്തെ വീഡിയോ ഇത് ഇഷ്ടമല്ല ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.
കൂടെ ബെല്ലൈക്കൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ട് കിട്ടും. അവിടെ പട്ടിക്കുള്ള ഇഷ്ടമായാലും ഇത് ഒക്കെ. അപ്പോൾ ഇതുള്ളത് വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ ബെല്ലൈക്കൺ അടിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് കാണാം. എല്ലാവർക്കും പിന്നെ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ സൈഡിങ് ഔട്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാക്കാം. എല്ലാവർക്കും സൈഡിങ് ഔട്ട്.